ഹായ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ 4 മണി ചായയുടെ കൂടെയൊക്കെ അടിപൊളി രുചിയാണ് ഈ ഒരു സ്നാക്ക്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ അതാ ഞാനിവിടെ 3 മുട്ടയും ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി എരിവ് കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, സവാള നല്ല കനം കുറച്ചിട്ട് വേണം കേട്ടോ അരിഞ്ഞെടുക്കാൻ. പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. ഒരു ചെറിയ സവാളയെ എടുത്തിട്ടുള്ളൂ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേറെ വല്ല പച്ചക്കറിയും വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ സവാളയും മല്ലിയിലയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മല്ലിയില ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുത്താലും മതി. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ മുട്ട ഇവിടെ നന്നായിട്ട് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ ഒരുപാടൊന്നും വേണ്ട, നമ്മൾ സാധാരണ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള ആ ഒരു വെളിച്ചെണ്ണ മാത്രം മതി കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ പാന് ചുറ്റിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് വെളിച്ചെണ്ണ ആക്കി കൊടുത്ത് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മുടെ മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒന്ന് പാൻ വെച്ചിട്ട് തന്നെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ മതി കേട്ടോ. കാരണം മുട്ട അത്യാവശ്യം ഒരു ഓംലേറ്റ് കുറച്ച് കട്ടിയുള്ള ഓംലേറ്റ് ആണ്. അപ്പോൾ ഒന്ന് നന്നായിട്ട് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ കുറച്ച് സമയം അടച്ചു വെക്കുമ്പോൾ അതായത് പോലെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡും കൂടെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് റെഡിയായി വന്നാൽ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. മറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ അടച്ചു വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതായത് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഇത്രയും മതി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു പിസ്സ കട്ടർ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള ഷേപ്പിലാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ ഓംലേറ്റൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു ഷേപ്പിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ കൂടുതൽ ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ ചെറുതാക്കാം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ വലിയ പീസാക്കണം എന്നുണ്ടെങ്കിൽ വലുതാക്കാം. ഇതിപ്പോൾ ഒരു പാകത്തെ വലുപ്പത്തിലുള്ള പീസാണ്. ഇനി ഞാനിതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് മൈദയും 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് വീണ്ടും മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു നുള്ളു കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഈ ഒരു ബാറ്റർ ഒരുപാട് ലൂസായിട്ടുള്ള ബാറ്റർ ആവരുത്. ലൂസായിട്ടുള്ള ബാറ്റർ ആയി പോയാൽ ഇത് മുട്ടയിൽ ആ ഒരു കോട്ടിംഗ് ആയിട്ട് കിട്ടില്ല കേട്ടോ. നമുക്ക് മുട്ടയുടെ മേലെ ഒരു കോട്ടിംഗ് ആയിട്ട് കിട്ടണം. അപ്പോൾ കുറച്ചൊരു തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. ദോശമാവിനേക്കാളും കുറച്ച് ലൂസായിട്ടും അതുപോലെ ഒരുപാട് വെള്ളമായിട്ടും ആവരുത്. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ 3 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറുമാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും അത് എത്രത്തോളം ചേർത്ത് കൊടുക്കണം എന്നുള്ളത്. പിന്നെ കുറച്ച് കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കൈകൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് ഫൈൻ പൗഡർ ആവരുത് കേട്ടോ. ചെറിയ പീസുകളും അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ വലിയ പീസുകളും വേണം. അപ്പോൾ ഇങ്ങനെ തന്നെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. അത് ഈ ഒരു ലൂസിൽ മതി, ഇതിൽ കൂടുതൽ ലൂസ് ആവരുത്. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മൈദ കോൺഫ്ലവറോ എന്തെങ്കിലും ചേർത്ത് കൊടുത്തിട്ട് മൈദ ചേർത്ത് കൊടുക്കുന്നതാവും കേട്ടോ. കൂടുതൽ മൈദയാണ് വേണ്ടത്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 3 ടേബിൾ സ്പൂൺ മൈദയും ആ ഒരു കണക്കിൽ മതി കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ മുട്ടയുടെ ആ ഒരു പീസ് ഉണ്ടല്ലോ അത് ഇതിൽ മുക്കിയെടുത്തതിന് ശേഷം നമ്മുടെ കോൺഫ്ലെക്സ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ബാറ്റർ കട്ടിയില്ലെങ്കിൽ കോൺഫ്ലെക്സ് ഇതിൽ പറ്റി പിടിച്ച് നിൽക്കില്ല കേട്ടോ. ബാറ്റർ കുറച്ച് കട്ടി ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ കോൺഫ്ലെക്സ് ഇതിൽ നന്നായിട്ട് കോട്ടായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഡിപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. ലൂസായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മുട്ട പൊരിച്ചത് ആ ഒരു ശരിക്ക് തെളിഞ്ഞ് കാണും കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ബാറ്റർ കട്ടിയാക്കി എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ കോട്ട് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കോൺഫ്ലെക്സ് നന്നായിട്ട് പിടിക്കും കേട്ടോ. ഇനി വേണമെങ്കിൽ കുറച്ച് സമയം ഇത് ഒരു 5-10 മിനിറ്റ് ഇതൊന്ന് ഡ്രൈ ആവാൻ വെക്കുക. എന്നാൽ നമുക്ക് പൊരിച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വേറിട്ട് പോവില്ല. എന്നിട്ട് നമ്മൾ ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. നിങ്ങൾ ഏത് ഓയിലാണോ പൊരിച്ചെടുക്കുന്നത് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതിൽ പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇത് റെഡി ആയി കിട്ടും. ഇതിൻ്റെ പുറംഭാഗം ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മതി. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ പൊരിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. കാരണം ഇതിൻ്റെ ഉൾഭാഗത്തൊന്നും വേവാനൊന്നുമില്ല. പുറംഭാഗം നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മതി. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോഴുള്ള 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുള്ളൂ. എന്നിട്ട് നല്ലൊരു കളറായിട്ട് വരുന്ന സമയത്ത്, ചെറുതായിട്ടൊരു ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ക്രഞ്ചി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് ഇല്ലെങ്കിലും ഇത് കഴിക്കാം. കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്